എടവണ്ണപ്പാറ സമസ്ത മേഖല കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന റാലിയിൽ സംഘർഷം. ബാനർ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിയിലും പിന്നീട് പോലീസ് ഇടപെടലിലും കലാശിച്ചത്. ആയിരക്കണക്കിന് ആളുകളാണ് റാലിയിൽ പങ്കെടുക്കാനെത്തിയത്. എടവണ്ണപ്പാറ മേഖല സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി വാലിലാപ്പുഴയിൽ നിന്ന് ആരംഭിച്ച റാലിയിലാണ് ചെറിയ സംഘർഷമുണ്ടായത്. സമസ്തയിലെ പുതിയ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഇരുവിഭാഗവും തമ്മിൽ ചെറിയ അസ്വാരസ്യം നേരത്തെ നിലനിന്നിരുന്നു. കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ വിഷയം പരിഹരിച്ച് ഇരുവിഭാഗവും ഒരുമിച്ച് റാലി നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. വാഴക്കാട്, ചീക്കോട്, വാഴയൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ള 60 മഹല്ലുകളെ പ്രതിനിധീകരിക്കുന്ന സമസ്ത മേഖല കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിൽ ബാനർ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് പിന്നീട് തർക്കത്തിൽ കലാശിച്ചത്. സ്ഥലത്ത് സംഘർഷ സാധ്യത ഉള്ളതിനാൽ നേരത്തെ തന്നെ വാഴക്കാട് പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു. ഇതിനാൽ വലിയ സംഘർഷം ഒഴിവായി. തുടർന്ന് വാഴക്കാട് പോലീസിന്റെ സംരക്ഷണത്തിലാണ് നബിദിന റാലി പൂർത്തിയാക്കിയത്. നബിദിന റാലിയുടെ ബാനർ നശിപ്പിക്കാൻ എത്തിയ പ്രവർത്തകനെ വാഴക്കാട് പോലീസ് പിടികൂടി പിന്നീട് വിട്ടയച്ചു. പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയവുമായി സത്യവിശ്വാസത്തിന്റെ ചുരുക്കെഴുതിയുള്ള തിരുനബിയുടെ നേരെ കുതിച്ചു വന്ന അസ്ത്രങ്ങളെ തന്റെ തടിയിലേക്ക് വാങ്ങി പരിശുദ്ധ നബിക്ക് പരിചയായി ജീവൻ കൊടുത്ത അബൂബുജാലും പോലെ ലക്ഷത്തിന്റെ ചുരുക്കെഴുത്തായ സമസ്ത കേരള ജമിയത്തുലമയുടെ കൊടിവാഹകന്മാർ എടവണ്ണപ്പാറ മേഖല സമസ്ത കോർഡിനേഷൻ 12ാമത് നബിദിന റാലിയിത എടവണ്ണപ്പാറയുടെ പട്ടണ മാർക്കറ്റിലേക്ക് അഭിമന്യരായ നേതാക്കളുടെ പിന്നിൽ ദഫ് സംഘങ്ങളുടെയും സ്കൗട്ട് പരേഡുകളുടെയും സർവലോക സത്യവിശ്വാസികളുടെ ഹൃദയ താഴ്വരകളിലേക്ക് പ്രവാചക പ്രേമത്തിന്റെ അഭിമന്യരായ നേതാക്കളുടെ പിന്നിൽ സംഘങ്ങളുടെയും പരേഡുകളുടെയും അകമ്പടിയോടുകൂടി വാലില്ലാപ്പുഴയിൽ നിന്ന് പ്രയാണം ആരംഭിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അഭിനന്ദനങ്ങൾ നേരുക പ്രിയമുള്ളവരെ. ആദവൻ നബിയുടെ നിധിയിൽ അല്ലാഹു ഒതുക്കിച്ച് അവസാന റബീഉൽ അവ്വൽ 12ന്റെ പ്രഭാത നക്ഷത്രമായി മണ്ണിലെ ചന്ദ്രോദയമായി വിചാര വിപ്ലവ സ്നേഹനായകർ വിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമിയിൽ ഉദയം ചെയ്ത ആ ശുഭമംഗള നിമിഷത്തിന്റെ സംഗമനത്തെ സമാഗതമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ ആത്മഹർഷം നിറച്ചുകൊണ്ടില്ല അഗമ്യമായ പ്രവാചക പ്രണയമാണ് സകലമായ വിജയങ്ങളുടെ വിധാനമെന്ന അവബോധത്തോടെ വൻ ജനപ്രവാഹം അണിനിരന്നുകൊണ്ട് എടവണ്ണപ്പാറ മേഖല സമസ്ത കോർഡിനേഷൻ നീല റാലിയില എടവണ്ണപ്പാറയിലേക്ക്
ശ്രേഷ്ഠ ഗുരുവര്യൻ കണ്ണിയത്ത് ഉസ്താദിന്റെ ഓർമ്മ തുടിക്കുന്ന നഗയിലേക്ക് കടന്നു വരികയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകൃതവും പ്രഭാവവും എന്ന പ്രമേയവുമായി എടവണ്ണപ്പാറ മേഖല സമസ്ത കോർഡിനേഷൻ 12ാമത് മീലാദ് റാലി ഏറെ ഗംഭീരമായി ഈ വാഹനത്തിന് പിന്നിൽ കടന്നു വരികയാണ്. ബഹുദൈവാരാധനക്കെതിരെ കഠിനമായ ധാർമ്മിക രോക്ഷം കൊണ്ട നൂഹ് നബിയുടെയും വിഗ്രഹ പഞ്ചകരുടെ സംഘനേതാവായിരുന്ന ഇബ്രാഹിം നബിയുടെയും സമരത്തിന്റെയും ഭരണത്തിന്റെയും നിയമനിർമ്മാണത്തിന്റെയും മൂശയായിരുന്ന മൂസാ നബിയുടെയും വിനയത്തിന്റെയും ഉദാരതയുടെയും വിട്ടുവീഴ്ചയുടെയും മൂർത്തിമദ്ഭാവമായിരുന്ന ഈസാ നബിയുടെയും രാജകീയ പ്രൗഢിയുടെ പ്രതീകമായിരുന്ന സുലൈമാൻ നബിയുടെയും അനുതാപത്തിന്റെയും തീവ്ര പശ്ചാത്താപത്തിന്റെയും പ്രായോഗിക മാതൃകയായിരുന്ന യൂനുസ് നബിയുടെയും കാരാഗ്രഹത്തിന്റെ ഇരുട്ടിലും സത്യത്തിലും സുവിദിത സുവിശേഷങ്ങളോതിയ യൂനുസ് നബിയുടെയും ദൈവപ്രകീർത്തന സങ്കീർത്തന പരിവേദന ഗാഥകൾക്കുടമയായിരുന്ന ദാവൂദ് നബിയുടെയും ദൈവഹിതങ്ങൾക്ക് പൂർണ്ണമായി വഴിപ്പെടുന്നവർക്ക് വഴികാട്ടിയും മുഖക്കണ്ണാടിയുമായിരുന്ന അയ്യൂബ് നബിയും അങ്ങനെ മുൻകഴിഞ്ഞുപോയ സത്യസന്ദേശവാഹകരായ എല്ലാ പ്രവാചകന്മാരുടെയും സവിശേഷ സ്വഭാവങ്ങളെ പ്രകൃതങ്ങളെ ഒരു മൂശയിൽ ഉരുക്കിയൊഴിച്ച് മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടി പടച്ച തമ്പുരാൻ നൽകിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദമ്യമായ പ്രവാചക പ്രേമം അടയാളപ്പെടുത്തി അധമ്യമായ പ്രണയത്തിന്റെ രാക്കുയിൽ ഇമാം ഷറഫുദ്ദീൻ ബൂസൂരി ബുർദയുടെ വരികളിൽ ചേർത്തുകൊടുത്ത അബൂബക്കർ അൽ ബഗ്ദാദി വിത്തിരിയയിൽ ഒളിപ്പിച്ച ഉമറുൽ ഖാഹിരി തങ്ങൾ അല്ലഫൽ അലിഫിൽ നിറച്ചുവച്ച ഡോക്ടർ. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.